നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ബിച്ചുകുട്ട ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീറിക്ക. എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? സുഖാണ്. ആവോളം ചിരിച്ചാലോ? പിന്നെ ചിരിക്കാൻ തുടങ്ങിയേക്കാം. വിളിക്കൂ. മനുക്കുമ്പാരിയുണ്ട്, ദീപു ചേട്ടനുണ്ട്, കൂടെ സൈ ചേട്ടനും. ആഹാ, വേറെ എന്ത് വേണം? വേറെ അപ്പുപ്പ താഴേക്കൊന്ന് ഇറങ്ങി വാ അപ്പുപ്പ. 2K കിഡ്സാ, എന്റെ മൂത്ത മകളുടെ സന്താനാ വിളിക്കുന്നത്. അച്ഛാ ഒന്ന് താഴോട്ട് ഇറങ്ങി വാ അച്ഛാ. അത് 90 കിഡ്സ്, എന്റെ ഇളയ മോളാ. എത്ര നേരം കൊണ്ട് വിളിക്കുന്ന മനുഷ്യ, ഇങ്ങോട്ടൊന്ന് കേറി വരാൻ. ആ, ഇത് അല്പം പഴയതാ, 70 കിഡ്സ്, എന്റെ പെണ്ണുമ്പിള്ള. ടെറസിൽ ഒറ്റയ്ക്ക് ഓടിക്കാതെ എനിക്ക് കൂടെ കൊണ്ട് താടാ. അത് 50 കിഡ്സ്, എന്റെ അച്ഛനാ. കുറച്ച് ദിവസം കൂടി വിളി കേൾക്കണം. പക്ഷെ നമ്മളെപ്പോലെ ഉള്ളവന് അല്പം വൈബ് വേണമെങ്കിൽ ഇത് എന്നാ ചരണം. അപ്പോ ആരോ വരണം. അയ്യോ അങ്കിൾ. ആ മക്കളെ, നമസ്കാരം നമസ്കാരം. മരുമോനെ. ഓ, ഇരിക്കും. ഇല്ല അങ്കിൾ, ഞാൻ ഇവിടെ നിന്നോളാം. പിന്നെ 15 മിനിറ്റ് നിന്ന് കളിക്കുള്ള പരിപാടിയാണോ? പിന്നെ സോ ഞാൻ വന്നത് പറഞ്ഞ മക്കളെ, കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓ ആയിക്കോട്ടെ. ഞാൻ വളരെ സത്യസന്ധനായ ഒരാളാണ്. എനിക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ മോളെ നിനക്ക് വിവാഹം കഴിച്ച് തരാൻ തീരുമാനിച്ചത്. എല്ലാം ഞാൻ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. പറയണമല്ലോ. To be frank. ഒന്നുകൂടെ ഒന്ന്. To be frank. ഇടയ്ക്കിടയ്ക്ക് വേണം, നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോ അങ്കിൾ, ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ചു എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇവന് ഒരു അഫയർ ഉണ്ടായിരുന്നെന്നും വൺ മിസ്റ്റർ മൊറച്ചർക്കൻ നിങ്ങളെ, അങ്ങനെ ആ കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടി, അതൊരു നല്ല കുട്ടി ആയതുകൊണ്ടാണ് നേരത്തെ കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിച്ചത്. ഞാൻ വളർത്തിയതാണ് അവളെ. അവൾ അതുകൊണ്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. എന്റെ മനസ്സിൽ കള്ളമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു സംശയവും ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊന്ന് അറിയണം, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. സോ ഫ്രാങ്കോ, കൊള്ളാം. അപ്പൊ അതിന് എനിക്കൊന്ന് അറിയണം. ജനറേഷനിലെ പിള്ളേരല്ലേ, അല്പ സ്വല്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇപ്പോഴത്തെ കാലമല്ലേ. പക്ഷെ അതിനകത്തൊന്നുമില്ല, മനസ്സിലായി, ഒന്നുമില്ല. ഞാൻ എന്റെ ശേഷാറം ചെറുക്കനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. എനിക്ക് അതിൽ ഒരു സംശയമോ ഒന്നുമില്ല. എനിക്കൊന്ന് ജസ്റ്റ് പുള്ളിയുടെ വായിൽ നിന്ന് എനിക്കൊന്ന് കേൾക്കണം, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേൾക്കണം, അത്രയേ ഉള്ളൂ. ഓക്കേടെ മക്കളെ, നിനക്ക് ടെൻഷൻ വേണ്ട. നിങ്ങൾ ഇനി ജീവിക്കാനുള്ളവരല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞു പോകുന്നത് നല്ലതല്ലേ. ഓക്കെ, ഒരു ചായ കുടിച്ചാലോ? ചായ കുടിച്ചോണ്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇവിടെ പിടിക്കാന്നല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. വേണ്ട. ഓക്കെ മാമാ, വാടാ മക്കളെ. അനുകരിക്കണം. ഓ, ഇതായിരുന്നു, മനസ്സിലായോ? പിന്നെ ആരാ? എടാ, ഇതാണ് അച്ഛനെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ. ഹലോ. അല്ല, എന്താ മാമ വിളിച്ചേ? എടാ, ഞാൻ അത് വേറൊന്നും അല്ല. ഞാൻ എങ്ങനെ നിന്റെ അടുത്ത് അത് പറയാനാണ്? എന്താ മാമ പറ, നീ പറ. അച്ചുമായിട്ട് നിങ്ങൾ പണ്ട് ഒരു ചെറിയ ബന്ധം ഉണ്ടായിരുന്നു എന്ന് അച്ചു എന്നോട് പറഞ്ഞു. അല്ല മാമ, അത് സംഭവം അറിയോ? ഞങ്ങൾ കുഞ്ഞിനാളിന് മുതൽ ഒരുമിച്ച് പഠിച്ചവരാണല്ലോ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാ പറയുന്നത്. പിന്നെ അച്ചു എന്നെ എന്റെ അടുത്ത് കള്ളം പറഞ്ഞോ? അതിനെപ്പറ്റി എനിക്ക് സത്യസന്ധമായ കാര്യം എനിക്കറിയണം. നിങ്ങൾ വായിന്നത് എനിക്കത് കേൾക്കണം. ഞങ്ങൾ കുഞ്ഞിനാള് മുതലേ ഒരുമിച്ച് വളർന്നവരാണ്. ആയിക്കോട്ടെ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല. കാരണം ഞാൻ എന്റെ കാര്യം അറിയാലോ. എനിക്കറിയാം ഈ പുള്ളിയുടെ ജോലി എന്താണെന്നറിയോ? മെത്തേഡ് പണിയാ. മെത്തേഡ് ബിസിനസ്? മെത്തേഡ് ബിസിനസ് അല്ല, പിന്നെ കട്ടിലിന്റെ പുറത്ത് വെറുതെ കിടക്കുക. അത് തന്നെയാണ് പുള്ളിയുടെയും പണി. അല്ല, ഞാൻ പറയട്ടെ, അച്ചു എന്നോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്കും ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികം. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എടി ഞാൻ തന്നെ എന്റെ അച്ഛന്റെ ചെലവിലാണ് വീട്ടിൽ ജീവിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ. അതെ, അച്ഛൻ പണിക്ക് പോയാലാണ് എനിക്ക് വീട്ടിലോട്ട് എല്ലാം കിട്ടുന്നത്. അപ്പൊ അവൾ എന്റെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പണിക്ക് പോകേണ്ടി വരും. അതെ, അത് ശരിയാ. അതുകൊണ്ട് എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ല. നിനക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ജോലിയുള്ള ചെറുക്കനെ കിട്ടുവാണെങ്കിൽ കല്യാണം കഴിച്ച് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞാണ്. അളിയൻ ധൈര്യമായിട്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ നിന്നാൽ അച്ചു സേഫ് ആണ്, അത്ര എനിക്ക് പറയാം. അല്ല, അതെനിക്കറിയാം. നിനക്ക് ഇവന്റെ വായിന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞല്ലോ, യാതൊരു ബന്ധമില്ല. ഓക്കെ മാമ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യമുണ്ട്. പോയിട്ട് പോവാൻ പറ്റേ. വാ, ഒരു സെക്കൻഡ്. എടാ, ജാവോ. പൈസ ഗൂഗിൾ പേ കർത്താ ഹേ. ഓ, ഇട്ടേക്കാം. ആരാ മാമ? നിങ്ങൾ രണ്ടുപേരും കൂടെ കിടന്ന് അടിയിലൂടെ വിചാരിച്ചിട്ട് പിടിച്ചു മാറ്റാൻ വേണ്ടി 2 ബംഗാളികളെ ഞാൻ താഴെ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അവരെ പറഞ്ഞു വിട്ടതാ. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ മാമ അങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും കാര്യമല്ലേ? മോനെ, ഒന്ന് സന്തോഷിക്കണം. നീ ഇങ്ങനെ മസിൽ വിളിച്ചിരിക്കാതെ പറഞ്ഞു വിടൂ. ചുമ്മാ അല്പ ദേഷ്യമൊക്കെ ആയിരുന്നു. നീ തുറന്നു പറഞ്ഞപ്പോഴേക്കും അതങ്ങ് മാറി. അല്ല, ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ മാമ. ഇല്ലടാ, പറ. അടിക്കോ? അടിക്കാനോ? ഞാനില്ല, ഒരിക്കലുമില്ല. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യ. അടിക്കാനോ മദ്യപിക്കാനോ? നീ അടിക്കോടാ. ഞാനൊരു 4 പെഗ്ഗൊക്കെ അടിക്കും. 4 പെഗ്ഗൊക്കെ അടിക്കും മാമ.
ഞാനൊരു 5 പേക്കൊക്കെ അടിക്കും കേട്ടോ. പിന്നല്ലാതെ എടാ ആണുങ്ങളായ 2 പേക്ക് അടിക്കണം. നമ്മൾ അടിച്ചാലല്ലേടാ അതിന് ഒരു ഗുമ്മുള്ളൂ. എങ്കിലും ആണുങ്ങളാകത്തുള്ളൂ. പിന്നല്ലാതെ സംഭവം മാമനോടി മാമ. അതെ ഉണ്ടായടാ നമ്മൾ ആണുങ്ങൾ സംസാരിക്കുമ്പോൾ. ഒഴിക്കു മാമ. ഈ ഗ്ലാസ് ഞാനും ബിയറൊക്കെ അടിക്കും കേട്ടാ. ബിയർ വാങ്ങിച്ചിട്ടില്ലടേ. ഇതും കഴിക്കും. ഇതും കഴിക്കും ചെറിയ രീതിയിലൊക്കെ. ആണുങ്ങളാവുമ്പോ കഴിക്കോ? ചെറിയ രീതിയിലൊക്കെ. ഇതങ്ങ് ആദ്യം പറഞ്ഞില്ലായിരുന്നു, നമുക്കറിയാം. നല്ല അച്ചാർ വല്ല ഒരു അച്ചാറില്ലടാ, ഇത് താണ്ട ഇത് ഇതാ തണ്ണിമത്തൻ. തണ്ണിമത്തനാണ് നല്ലത്. തണ്ണിമത്ത ടച്ചിങ്സിന് നല്ലതാ തന്നല്ലേ? അല്ലേ? എന്നാ പിന്നെ ഒരെണ്ണം അടിച്ച് കഴിക്കല്ലേ? തേനാ മാമ ഇത്. സൂപ്പർ സാധനം ഇത്. തന്നെ അടിച്ചോ നല്ല രീതിയിൽ അടിച്ചോ. ടച്ചിങ് ഒക്കെ എടുത്തു. കിടില സാധനം. നല്ലല്ലേ? നല്ല സാധനം മാമ. എടാ നീ ഇപ്പൊ ഈ ഇവിടെ കല്യാണം കഴിഞ്ഞ് പോയാലും നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. ഉറപ്പായിട്ടും വരും മാമ. കാരണം മാമൻ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാരാബ്ദം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഒരു അര എടുക്കുന്നു, നമ്മൾ ഒരുമിച്ചിരുന്ന് അടിക്കുന്നു. നൈസായിട്ട് ഇവിടെ എനിക്കിട്ട് വെക്കാനുള്ള പരിപാടിയാണല്ലേ? എവിടെ വലിക്കോ? ഞാൻ വലിക്കും. ഭയങ്കര വലിയ. ഞാൻ ബീഡിയുടെ ആളാ. കൊള്ളാം. ഞാൻ ഒരു ബീഡി ഇപ്പൊ കിട്ടി ഞാൻ ഒറ്റയടിക്കാൻ വലിച്ചിടും. പിന്നെ എനിക്ക് ഈ സൈഡില്ല, കരട് കംപ്ലീറ്റ് പോയിരിക്കുവാ. ഭയങ്കര വലിക്കാരണം. ബീഡിയുടെ ആള്. ബീഡിയാണ് ഞാൻ. ബീഡി ചേട്ടൻ തുമ്പത്തില്ല അതിന്റെ വള്ളിയുടെ അതുവരെ ഞാൻ വലിച്ചു തീർക്കും. അങ്ങനത്തെ ആളാ ഞാൻ. വലിക്കും. നീ വലിക്കോടാ? ഞാൻ വലിക്കൂലോ മാമ. കാരണം നമ്മള് 2 അടിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഈ പുകവലിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. നീ എന്നെ എത്ര നിർബന്ധിച്ചെന്ന് പറഞ്ഞാലും ഞാൻ പുകവലിക്കൂല. ഓടാ ഇറങ്ങി. ഓടുകൈ വലിക്കരുത്. വലിക്കുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആണല്ലേ? സത്യമായിട്ടും എനിക്ക് വലിക്കുകയില്ല. ഞാൻ വലിക്കുന്നവരെ എനിക്ക് കണ്ണുകറിയെ കണ്ടുകൂടാ. ആണല്ലേ? പിന്നല്ലാതെ വീടിന്റെ മണം പോടാ അങ്ങോട്ട്. ഞാൻ വലിക്കത്തില്ല സത്യമായിട്ട്. പിന്നെ നിന്റെ ചുണ്ട് കണ്ടറിയാം. അത് പിന്നെ ഇന്ന് ലിഫ്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ആയത്. വലിക്കൂല. അടുത്തന്നെ ഞാൻ പിടിക്കും. പിന്നെടാ ഇത്രയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ അങ്ങ് ഇടപെട്ട് അതെ സന്തോഷിച്ചില്ലേ? അതെ മാമ. ഒരു വേറൊരു വൈബില്ലേടാ? നല്ല പോലെ ഞാൻ കെട്ടിച്ചയക്കാൻ പോകുന്നു. അതെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചെറുപ്രായത്തിലൊക്കെ ആണുങ്ങൾക്ക് ഉണ്ടാകാം ചെറിയ ചുറ്റിക്കളിയോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്കില്ല. സത്യമായിട്ട് ആ ഒരു സംഭവം എനിക്കില്ല. ഇല്ല. ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം എനിക്കില്ലേ. സത്യം. സന്തോഷം. നിനക്കടാ? അമ്മ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് കേട്ടോളാം. നീ പറ. അല്ല, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഇവളെ കാണുന്നതിനൊക്കെ മുമ്പായിട്ട് എനിക്ക് 3 പെൺപിള്ളേരുമായിട്ട് ലൈനായിരുന്നു. ഞാൻ അവരെ കൊണ്ട് പാർക്കിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്, സിനിമക്കൊക്കെ പോകുമായിരുന്നു. നീ നീ തോറ്റടാ. അത് നീ തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് 5 ലൈൻ ഉണ്ടായിരുന്നു. പിന്നല്ലാതെ എടാ ആണുങ്ങളാവുമ്പോ ചെറിയ ചുറ്റിക്കളി ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കല്യാണത്തിന് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നേ. എനിക്കും ഉണ്ടായിരുന്നു. എന്റെ കസ്റ്റഡിയിൽ 3 അക്കച്ചുകാർ ഇപ്പോഴും ഉണ്ട്. സത്യമായിട്ട് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്ക്. അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ഇന്നും രാവിലെ വിളിച്ചിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് ഒരുപാടെണ്ണം ഇഷ്ടം പോലെ ഉണ്ട്. എടാ ഇതാരടാ ഈ മനു കുമാരി? അത് രമണി കുമ്പളം. അപ്പൊ ഈ രാജേഷ് പാലോട്? അത് രാജാമണി പാലക്കാട്. ഇവിടെ അറിയാൻ വേണ്ടി അടിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നത്? കൊള്ളാം. ഞാനെന്നാ അങ്ങോട്ട് ഇനി വന്ന നിനക്ക് എത്ര അക്കന്മാരായിട്ട് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞത്? 3-4 ഉണ്ട്. ആണുങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ വേണ്ട. ഏത് നീ എന്നിട്ട് അക്കച്ചിമാരുടെ കുണുവാവേടാ നീ? ഏതെങ്കിലും അച്ഛന്മാർ അറിഞ്ഞോണ്ട് ഏതെങ്കിലും പിള്ളേരെ ഞാൻ കടലിൽ കൊണ്ട് താക്കോടാ? നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചേർന്നല്ലേടാ? അങ്ങനെയല്ലത്. നിങ്ങൾ എങ്ങനെയല്ലാന്ന്? അല്ല, നേരത്തെ ആള് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സംഭവം പറഞ്ഞില്ലായിരുന്ന? ആണുങ്ങളാകുമ്പോ ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഐസിനങ്ങ് പറഞ്ഞേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ ഉണ്ടാടാ? എനിക്കറിഞ്ഞൂടെ? ഞാൻ ഡീസന്റ് ആണ്. എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. നീ വെള്ളം അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ വെള്ളം അടിച്ചില്ലടാ? അതും ആണുങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഭയങ്കര വീടിരമണം. എനിക്കറിയാം നിനക്ക് ഭയങ്കര ചുറ്റിക്കളിയുണ്ട്. ഇല്ല, നീ ഇപ്പൊ പറഞ്ഞ ഈ പേരെഴുതി മാറ്റിയിട്ടിരിക്കുന്ന തന്നെ ഭയങ്കര കള്ളമില്ലടാ. മക്കളെന്നില്ലേ ഈ നമ്മൾ ഈ 90 കിഡ്സിനൊക്കെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റാം. നമ്മൾ പക്ഷെ ടോപ്പാണ്. പക്ഷെ തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ട് നമുക്ക്. ഇടാ എനിക്കൊരു തെറ്റ് പറ്റി. എന്റെ തീരുമാനത്തിൽ തെറ്റ് പറ്റി. എന്റെ മോളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരും. എനിക്കാ? നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരും. മാമൻ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. നിനക്ക് ഞാനൊരു ബിസിനസ് തുടങ്ങി തരും. അപ്പോഴാ എനിക്ക് നിനക്ക് നീ നെല്ല് ഒരു സെക്കൻഡ്. ഇവിടെ വേറെ സെറ്റ് ചെയ്താണ്. ഹലോ, ആവോ മേരെ ഘർ ആവോ. ബംഗാളി പെണ്ണുങ്ങളൊക്കെ അത്ര അങ്ങനെ. ഓക്കെ. ആരാ മാമ വിളിച്ചത്? നേരത്തെ പറഞ്ഞു വിട്ട ബംഗാളികളെ. ഈ ഐറ്റത്തെ എടുത്ത് മാറ്റാൻ. മാമാ അയ്യോ, ഉഷാറ് കൈഡ് വരട്ടെ. ചേട്ടാ കുഴപ്പമില്ലായിരുന്നു എന്നാണുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ പ്രമേയത്തിന് നിങ്ങൾ കൊണ്ടുവന്ന ആ പ്ലോട്ടിന് ഒരു ബലമില്ലാത്ത പോലെ തോന്നി. നിങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് ചെയ്യുന്ന പോലെ തോന്നി. അത് നിങ്ങളുടെ 3 പേരുടെ മുഖത്ത് കാണാനുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാര്യം നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. നിങ്ങളുടെ 3 പേരും 3 രീതിയിൽ
സ്കിറ്റിനെ പെർഫോം ചെയ്ത് വിജയിപ്പിക്കുന്നവരാണ്, ഏത് ക്യാരക്ടേഴ്സ് വന്നാലും അല്ലേ. അപ്പോൾ അത് ഇന്നിവിടെ കാണാൻ പറ്റിയില്ല. ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നതെന്ന് മാത്രമല്ല അതിൻ്റെ ഒരു ബലം തോന്നിയില്ല. അപ്പം അങ്ങനെ കുറേ കുഴപ്പങ്ങൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വരുമെന്നറിയാം. അങ്ങനെ വരാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക, കുഴപ്പമില്ലാതെ കളിച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. കാര്യം മദ്യപാനവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ രണ്ട് പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ. പുള്ളി കെട്ടാൻ പോകുന്ന പെണ്ണ് ഈ പുള്ളിയുടെ നേരത്തെ കാമുകി. അപ്പോൾ അത് വെള്ളമടി കഴിയുമ്പോൾ അത് സാധനം ഗംഭീരമായി കയറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. പക്ഷേ ആ റൂട്ട് വേറെ വഴിക്കാണ് പോയത്. കുറച്ചുകൂടെ തമാശ ഉണ്ടായിരുന്നു, നല്ല രസമായിട്ട് വേണേൽ ചെയ്തെടുക്കാമായിരുന്നു. സംഭവത്തിന് കടമ്പില്ലെങ്കിലും കൗണ്ടറുകളുണ്ടെങ്കിൽ കയറിപ്പോയാൽ ചിരിച്ചു പോകും. ചിരിയുടെ ഒരു അംശം കുറഞ്ഞു പോയി. നിങ്ങൾ ഉള്ളത് നല്ല സൈലൻ്റായിട്ട് ആ സാധനം പറഞ്ഞ് തീർത്തു. അടുത്ത പ്രാവശ്യം നന്നാക്കിയാൽ മതി. നന്നാക്കണം, ഉറപ്പായിട്ട് നന്നാക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. ദീപുവിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും പിന്നെ ദീപുവിൻ്റെ ആ നടത്തം അതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി നേരത്തെ പോലെയുള്ള ലെവലിൽ പോകുമെന്ന് കരുതി സ്കിറ്റ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊന്നും ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. കാരണം 3 പേർക്കും അങ്ങനെ ഒന്നും ചെയ്യാനില്ലായിരുന്നു ഈ ഒരു സബ്ജക്റ്റിൽ. അത് തമാശകൾ കുറേ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു സംഭവം തന്നെയായിരുന്നു. ഈ കോമഡി എലമെൻറ്റുകൾ ആ സ്ഥാനത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞോട്ട് എനിക്കും പറയാനുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം 3 പേരും മത്സരിച്ച് തന്നെ കളിക്കണം ഒരു സ്കിറ്റിൽ കേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ നസീർക്ക, ഞാൻ ആ ഒരു 8,000 രൂപ കൊടുക്കുക. 8,000 രൂപ. ബിജുക്കുട്ടൻ ചേട്ടാ, ഞാനും 8,000 രൂപ കൊടുക്കാം. 16,000 രൂപ ബാക്കി എൻ്റെ വക. ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. അടുത്ത പ്രാവശ്യം ഉഷാറായിട്ടോട്ട് വരൂ, ഇരട്ടി പൈസ വാങ്ങിക്കണം. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേറയിലെ അടുത്ത ടീം വിളിക്കേ. കൊച്ചി പ്രതിഭട്ടുണ്ട്, അജയ് ചേട്ടനുണ്ട്, കൂടെ രാജിമോൻ. ആഹാ, എത്രയെത്ര മഹാരഥന്മാരുടെ സംഗതികൾ വീണ തറവാടായത്. ഇപ്പൊ ആരും വരാണ്ടായി. ഇപ്പൊ നാം ഒരു പാട്ട് കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യേണ്ട അവസ്ഥയാ. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു അനന്തരവൻ ചെറുക്കനെ വെച്ചതാ. സൂര്യൻ വന്ന് രാവിലെ അവന്റെ മുഖത്ത് നോക്കി കോട്ടവായിട്ടാലും അവൻ എഴുന്നേക്കില്ല. പക്ഷേ ഇപ്പൊ രാവിലെ ഇവൻ എവിടെ പോയാണാവോ? അമ്മാമേ, മനു. അയ്യോ, എന്റെ ഉണ്ണി വന്നോ? ഒച്ചക്കെന്താ പറ്റി? കയ്യിന്ന് പോയതാ. കയ്യിന്നല്ലല്ലോ, വായിന്നല്ലേ ഒച്ച പോകുന്നത്. എവിടെയായിരുന്നോ? അമ്മമ്മേ, ഇത് അമ്മാമ്മയുടെ പിറന്നാളല്ലേ? ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി അമ്മാമ്മയ്ക്ക് വേണ്ടി വഴിപാടൊക്കെ നടത്തിട്ട് വരുവാ. ഓ, അമ്മാമ്മയോട് നിനക്ക് സ്നേഹമൊക്കെ ഉണ്ടോ? സ്നേഹമുണ്ട്. ആട്ടെ, എന്തൊക്കെ വഴിപാടാ കഴിച്ചതാ? ധാര. അതാരാ? അവിടെ ആരുമില്ല, ധാരയാ നടത്തിയെന്ന്. ഓ, പിന്നെന്താ നടത്തിയേ? ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്, ഒരു സെൻട്രൽ വിളക്ക്. സെൻട്രൽ വിളക്കോ? മുന്നിലും പിന്നിലും നിന്ന് കത്തുന്നുണ്ടല്ലോ. ഇനി നടക്കൂടെ നിന്ന് കത്തി അമ്മമ്മയ്ക്ക് പുളിക്കൂ. എനിക്കൊരു പുളിക്കലും ഇല്ല. അനുവേ, എന്റെ പിറന്നാളായിട്ട് സദ്യവട്ടം എങ്ങനാ? സദ്യക്ക് വട്ടത്തിൽ പപ്പടോ? എനിക്കിട്ടുണ്ടാക്കല്ലേ. നിർത്തി. ഈ സദ്യവട്ടം ആരെ ഏൽപ്പിച്ചിരിക്കണതാ? അയ്യോ, സദ്യവട്ടം ഏൽപ്പിച്ചിരിക്കുന്നതേ നമ്മുടെ ചിറക്കലെ പ്രമോദിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ പ്രമോദിന്റെ സദ്യ എങ്ങനുണ്ട്? അയ്യോ, അമ്മാവൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പ്രമോദ് സാമ്പാർ വെച്ചാൽ കേമം. ഓ, പ്രമോദ് അവിയൽ വെച്ചാൽ കെങ്കേമം. പ്രമോദ് കൂട്ടുകറി വെച്ചാലോ ബഹുകേമം. പായസം വെക്കില്ലേ? അടപ്രമോദ്. അടപ്രമോദോ? അടപ്രഥമൻ. അങ്ങനാണ്. എന്റെ പിറന്നാളായിട്ട് ആഗ്രഹം ചെസ് കളിക്കാൻ വരിക. എന്റെ ദൈവം, ഇങ്ങനെ ചെസ് കളിച്ച കൊതി തരാത്ത ഒരു മനുഷ്യൻ. എന്റെ അമ്മാവ ഈ ചെസ് കളിയൊക്കെ നിർത്തി മടുത്തില്ലേ ഇത്? നീ എന്തൊക്കെയായി പറയണതാ? ഈ ചെസ് ബോർഡ് ഞാൻ തമ്മിലുള്ള ബന്ധം എന്താ നിനക്കറിയോ? ഇല്ല, എന്തോ സംഭവം? ഇത് വെറും ഒരു ചെസ് ബോർഡ് അല്ല. പിന്നെ എടാ, ഈ ചെസ് ബോർഡ് ഞാൻ എന്റെ അച്ഛന്റെ സ്ഥാനത്താ കാണുന്നതെന്നാ. എന്തോ സംഭവം? അതെനിക്കറിയത്തില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എന്റെ അച്ഛനും തമ്മിൽ ഒരു ദിവസം ചെസ് ബോർഡ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് അച്ഛൻ മരിച്ചു. അയ്യോ, എന്തോ അറ്റാക്ക് കൊല്ലുമായിരുന്നു? എടാ, ഈ കള്ളക്കളവൻ കളിക്കുന്നതിനിടക്ക് കള്ളക്കളി എടുത്തെന്ന് ഞാൻ കുതിര എടുത്ത് തലക്കൊരു അടിവെച്ചു കൊടുത്തു. ഓട്ടിൽ മരിച്ചു. അപ്പൊ കേസൊന്നും ഇല്ലായിരുന്നു? കുതിര ചവിട്ടിക്കൊന്ന കേസ് എങ്ങനെ എടുക്കാരാ? ഞാനേ ഒരു കാര്യം അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പറഞ്ഞോളൂ. അമ്മാന് ഒത്തിരി സ്വത്തുക്കളുണ്ടല്ലോ, അനന്തരാവകാശികളും ഇല്ല. അതുകൊണ്ടേ കല്യാണം തീരുമാനിക്കാം. നന്നായി. ഇത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അറിയില്ല. കുട്ടി എങ്ങനെ ഉണ്ടാ? കുട്ടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിയേ, നോക്കിയാ ആര്യ കൊള്ളാവോ? കൊള്ളാം. നന്നായിരിക്കണോ? ഈ കുട്ടിയോട് എന്റെ പ്രായത്തിന്റെ കാര്യമൊക്കെ നീ പറഞ്ഞോ? പിന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മാന് 75 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. സാരമില്ല. ഈ സ്വത്തൊക്കെ ഉള്ളത് കൊണ്ട്
പ്രായം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഇല്ല ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എന്റെ കല്യാണം കൊണ്ട് നടത്തുക. ശരി അമ്മാവ. അമ്മാവന്റെ കല്യാണം അമ്മാവ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ എന്റെ കല്യാണ കാര്യം ഞാൻ പറഞ്ഞു. എടാ നിനക്ക് കല്യാണ പ്രായം ആയില്ലാന്ന് ആര് പറഞ്ഞു? കുളക്കടവിലെ ചേച്ചിമാടി എന്ന് ചോദിച്ചു നോക്കുന്നത് എപ്പോഴും പറയും ചെറുക്കനെ കെട്ടിക്കാറായിരുന്നു. വൃത്തികെട്ടവന്. അമ്മാവ് ഞാൻ 10 കൊല്ലം കൊണ്ട് പ്രേമിക്കുന്ന പെണ്ണാണിത്. പെണ്ണൊന്നും വിളിക്കരുത്, അമ്മായി അമ്മായി എന്ന് വേണം വിളിക്കാൻ. എന്റെ ദൈവമേ, ഈ കുടുംബി അഴിഞ്ഞു പോയ 4 പേര് സഹായിച്ചാലേ പുള്ളിക്ക് ഇതെടുത്തൊന്ന് കെട്ടാൻ പറ്റത്തുള്ളൂ. കല്യാണം കാച്ചാൻ നടക്കുക. ഞാൻ ഈ മുണ്ടങ്ങോട്ട് മടക്കി കുത്തിയുണ്ടല്ലോ, വെറും കൂറയാണ്. അവൻ കെട്ടാൻ നടക്കുന്നത്. എന്റെ കല്യാണം മര്യാദ നടത്തില്ലെങ്കിൽ തറവാടിന് പുറത്താ നീ പറഞ്ഞില്ലെന്ന് വേണ്ട. ഫോണും മാറ്റി ഭീഷണിപ്പെടുത്തിട്ട് ഒച്ച പെണ്ണെ കെട്ടാൻ നടക്കുന്നത് ശുഭൻ. 10-75 വയസ്സുള്ള കളവനല്ലേ ഇന്ന് പോകും നാളെ പോകുന്നു പറഞ്ഞ് സ്വത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവോ. എന്തായാലും നാണ്ടാ എന്റെ പെണ്ണിനെ കൂടെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഹലോ, ബോംബെ 6-ാം റൗണ്ടിൽ കൊടുക്കുക. അതെ, അമ്മാവനെ ഇനി വെച്ചോണ്ടിരുന്നാൽ ശരിയാകത്തില്ല. അമ്മാവൻ ഇപ്പൊ സ്വത്തും തരത്തില്ല, എന്റെ പെണ്ണിനെ കൂടെ തട്ടിയെടുക്കുവന്ന്. അതുകൊണ്ട് അമ്മാവനെ കൊല്ലുന്ന കാര്യം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. കൊല്ലാൻ നിങ്ങൾ പറഞ്ഞു വിട്ട കൊലയാളി ഇപ്പൊ തന്നെ ഇവിടെ എത്തിയിരിക്കണം കേട്ടോ പറഞ്ഞേ. തെക്കം കാറ്റടിക്കുന്നുണ്ട്, കുട പറന്നു വരുന്നില്ല ഇത്. അയ്യോ, കുഞ്ഞാവ കൊടക്കാത്ത കയറി എങ്ങോട്ട് പോവാ? കുഞ്ഞാവല്ലെന്ന് പിന്നെ മോഹൻലാലൊക്കെ വന്നമാരി ഒരു എൻട്രി പെൻസിന് കൊട വരാൻ പറഞ്ഞപ്പോ ഏതാണ്ട് ലോട്ടറിക്കാരുടെ കൊട തന്നേക്കോന്ന്. അല്ല, എനിക്ക് ആളെ മനസ്സിലായില്ല. ഞാൻ ബോംബെന്ന് വരുവാ. കില്ലർ സെബാട്ടി. എന്താട്ടീന്ന്? സെബാട്ടി, കില്ലർ സെബാട്ടി. രാംറാവ് പറഞ്ഞു വിട്ടേ. അതെ. ഓക്കെ. നേരത്തെ ഈ കൊന്നു പരിചയമുണ്ടോ? പിന്നെ അമ്മച്ചിയുടെ തലയിലെ പേന മൊത്തം ഞാനല്ലേ കൊല്ലണത്. പേനെ കൊല്ലുന്ന കാര്യമൊന്നും ഈ ആളുകളെ കൊന്നിട്ട് പരിചയമുണ്ടോന്നും? ആളുകളെ കൊന്നിട്ടിട്ട് പരിചയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ജീവനുണ്ടെങ്കിൽ ഒരു 10 രൂപ കടം ചോദിക്കാം, അത് തിരിച്ചു ചോദിക്കുമ്പോ വേണേ കൊല്ലാം. അയ്യോടാ, ഇത് എന്തൊരു എന്റെ പൊന്നു കൂട്ടുകാരാ, നിങ്ങൾക്ക് ഈ അധോലോകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ചോട്ടാ രാജൻ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉടുപ്പിടാതെ മുണ്ട് തേടി ഇങ്ങനെ ഉടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറുക്കനല്ലേ അത്? ചോട്ടാ ഭീം. ചോട്ടാ ഭീം. അപ്പൊ ഇത് ചോട്ടാ ഷക്കീൽ എന്ന് കേട്ടിട്ടുണ്ടോ? മുംബൈ നഗരത്തെ കിടുകിട വിറപ്പിക്കുന്ന അധോലോക നായകന്മാരാ. അയ്യോടാ, ഇടയ്ക്കിടയ്ക്ക് ഞാനും വിറപ്പിക്കും. എന്തിനാ ഇവരില്ലാത്തപ്പോ വിറപ്പിക്കുന്നത്? ഇവിടെ ഉള്ളപ്പോ വിറപ്പിക്കാൻ ചെന്നേണ്ടി അവന്മാരെന്നെ പറപ്പിക്കും. അറിയാമോ? ഈ പുള്ളി വന്നപ്പോ മുതൽ ഇവിടെ നിന്ന് വെറുപ്പിക്കുവോ? അല്ല, ചേട്ടൻ വന്നപ്പോഴേ ഇവിടെ വിറച്ചു എന്ന് പറഞ്ഞതാ. അപ്പോൾ ആരെയാണ് കൊല്ലേണ്ടത്, എങ്ങനെയാണ്, എപ്പോഴാണ് കൊല്ലേണ്ടത്? കൊല്ലേണ്ടത് എന്റെ അമ്മാവൻ തമ്പുരാനെ. ഓക്കെ. അമ്മാവനെ കൊന്നാലേ ഈ സ്വത്തൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അമ്മാവനെ നമുക്ക് തട്ടിയേക്കാം. എങ്ങനെയാണ് അമ്മാവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ചിരിപ്പിച്ചു കൊല്ലാനാണോ? അല്ല, ഈ പെട്ടിയിലിട്ട് അടിച്ച അമ്മാവൻ ചാവൂ. അമ്മാവൻ ചാവണമെങ്കിൽ അമ്മാവനെ അടിക്കണം. അതല്ല, നീ നിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നവീന രീതിയിലുള്ള ആയുധങ്ങളാണിതിൽ. ആണോ? അതെ. തുറന്ന് നോക്കടാ. ശരിയാ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാ. എടാ പൊന്നടാവേ, ഇന്ന് രാവിലെ അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കടം വാങ്ങിച്ചോണ്ട് കൊടുത്താ പെങ്ങടാ നോക്കിയത്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആയുധം പെട്ടി മാറിപ്പോയി. ഒറ്റ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റാറുന്ന പെട്ടി ഞാൻ എടുത്തോണ്ട് വന്നു. എന്റെ പെട്ടി അവനും കൊണ്ടുപോയി. അതിനകത്ത് വടിവാള്, മലപ്പുറം കത്തി. ഇന്ന് അവിടെ എന്തൊക്കെ ചെയ്യുമെന്നോ. അയ്യോടാ, നമ്മളെങ്ങനെ കൊല്ലുവിനിയും? വഴിയുണ്ട്. നമുക്ക് ഈ സ്നക്കി വെച്ച് വായും മൂക്കും പൊത്തിയിട്ട് ഈ സ്ലേറ്റിന്റെ മൂലയ്ക്ക് അടിച്ചങ്ങോട്ട് കൊന്നാലോ? അന്നേരം അമ്മാവന് വേദന എടുക്കത്തില്ലയോ? വേദന എടുക്കും. സുഖമരണം കൊടുക്കണോ എന്റെ അമ്മാവന്? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. അതിന് പറ്റിയൊരായുധം എന്റെ കയ്യിലുണ്ട്. എന്തുവാ? സോ സിമ്പിൾ. ഇതെന്തോ ഇത്? കോഴിപ്പപ്പ്. കോഴിപ്പപ്പ്? ഇതെന്തിനാ ഇത്? ഈ സാധനം പുള്ളിയുടെ ചെവിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കി കഴിയുമ്പോണ്ടല്ലോ പുള്ളി സൂക്ഷിച്ചങ്ങോട്ട് മരിക്കും. ചിരിച്ചിരിച്ച് മരിച്ചു കഴിഞ്ഞിട്ടല്ലോ നമുക്ക് ഗുണം. എന്ത് ഗുണം? ചിരിച്ച് മരിച്ചു കഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ല. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരിക്കൽ പറഞ്ഞ ആയുധമില്ല, ഒരു മൊട്ടുസൂചി പോലും ഇല്ലാതെ അങ്ങോട്ട് എഴുന്നള്ളിയത്. ആയുധമൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാൻ ജനിച്ചപ്പോ മുതൽ എന്റെ കൂടെയുള്ള സംഭവം പുറകിലുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. അതല്ലെന്ന് എടാ, ഈ മറവി എനിക്ക് പതിവാ. എവിടെ പോയാലും എന്തെങ്കിലും മറക്കും. അതുകൊണ്ട് എപ്പോഴും ഈ സംഭവം എന്റെ കൂടെ കാണും. ഇത് കൈവച്ചാണ് ഈ മോണാക്ടൊക്കെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഇങ്ങനൊന്നും അമ്മാവനെ കൊല്ലാൻ പറ്റത്തില്ല. അമ്മാവനുമായിട്ട് എങ്ങനെയും അടുത്തിടപഴകണം. അങ്ങനെയാണെങ്കിൽ അമ്മാവന്റെ വീക്ക് പോയിന്റ് എവിടെയാ? അമ്മാവൻ പാട്ടെന്ന് പറഞ്ഞ ചാവും. അമ്മാവൻ ഈ പാട്ട് പാടുന്നവരൊക്കെ ഇഷ്ടമാ. ആ സൈഡിൽ കൂടെ ഒരു പിടി പിടിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ
പെട്ടെന്ന് ഞാൻ തട്ടിയിരിക്കും. അറിയാമല്ലോ. ആ ബോംബെ അധോലോകത്തിലെ ഏറ്റവും മെയിൻ പാട്ടുകാരൻ ഞാനല്ലേ. എവിടുന്ന ഈ സംഗീതമൊക്കെ പഠിച്ചേ? അതായത് എന്റെ അച്ഛൻ ബോംബെയിലെ പ്രശസ്തനായ ട്രാക്ക് ഗായകനായിരുന്നു. ആണോ? ട്രാക്ക് പാടിയല്ല എന്റെ അച്ഛൻ മരിച്ചു പോയത്. ഏത് സിനിമയിലെ? സിനിമയിലല്ല, കള്ളും കുടിച്ച് വെളിവില്ലാണ്ട് റെയിൽവേ ട്രാക്കിലിരുന്ന് പാടിക്കൊണ്ടിരുന്ന ജയന്തി ജനത വന്ന് തോണ്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അതെന്തുവാരും ആയിക്കോട്ടെ. അപ്പൊ നമ്മനെ അമ്മാവനെ ഇമ്പ്രസ് ചെയ്യിക്കാനൊക്കെ ഏതാണ് ഒരു സംഭവം കീച്ചുന്ന ഏതാണ്? കിടക്കുന്ന സാധനം കീച്ചു കേട്ടോ കൊണ്ട് തമ്പുരാനേ തമ്പുരാനേ. മനു ആരാ അവിടെ? പിടിച്ചു അറിഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഈ അലമാര പുറകിലിരുന്നു. അലമാര പുറകിലിരുന്നു. അവിടെ ഇരുന്നോണേ. ഇവിടെ ഒരു ശരീരം കേട്ടല്ലോ. ശരീരം കേൾക്കുമല്ലോ, കാണുമല്ലേ? ഓ സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയാത്ത കൊശവൻ. എന്തെന്ന് പറഞ്ഞാലും എന്റെ പിറന്നാളായിട്ട് ഇങ്ങോട്ടോടെ പോകും. എടാ എന്റെ പുതിയ ഉടുപ്പൊക്കെ ഇതിനകത്തിരിക്കാന്ന്. അയ്യോ, പുതിയ ഉടുപ്പ് ഇവിടെ ഇല്ല. ഇത് കൊള്ളത്തില്ല അമ്മ, ഞാൻ വേറെ ഉടുപ്പ് വാങ്ങിച്ചു തരാം. വേണ്ടെന്താ, ഞാൻ ഇതിനകത്തിരുന്ന് എടുത്തോളാന്ന്. വേണ്ട മാവ്, ഇത് കൊള്ളത്തില്ലെന്ന്. ഈ ചെറുക്കന് എന്താ പറയാ? എടാ എന്റെ പുതിയ ഉടുപ്പ് ഷർട്ടും ഇതിനകത്തല്ലേ ഇരിക്കണത്. അമ്മ നിന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു ഉടുപ്പിട്ട്. എന്തോ ചെയ്യാനാന്ന് പറ. ദാണ്ടൊരു ജെറ്റ് പ്ലെയിൻ പോകുന്നു. എന്തിയാ 10-35 വയസ്സുണ്ട്. ജെറ്റ് പ്ലെയിൻ പോണെന്ന് പറഞ്ഞപ്പോ പോയിരുന്നു നോക്കുക. അയ്യോ മരപ്പട്ടി, അയ്യോ അയ്യോ മരപ്പട്ടി അല്ല, സെബാട്ടി. എന്റെ ദോസ്ത് സെബാട്ടി പിറന്നാളായ അമ്മാനെ വിഷ് ചെയ്യാൻ വന്ന. കൊള്ളാം. ബോംബെ എന്നാ വന്നതല്ലേ? എങ്ങനെ മനസ്സിലായി? തമ്പാക്കിന്റെ മണം അടുക്കള വരെ അടിച്ചു. മുംബൈ. അപ്പൊ ഇത് നമ്മളെ ഇങ്ങനെ കാണുന്ന പോലല്ല, പാട്ടുകാരനാണ്. സകലകലാ വല്ലഭന പാട്ടുകാരനാ. അങ്ങനാണെങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? പാട്ട് കാച്ചോ. എന്നാ പാടിക്കോ. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദോ ആനന്ദോ വരവരാവുന്നേ. ആനന്ദോ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം. താക്കോലെടുത്ത് കൈ കൊടുക്കുക. ആത്മാവ് സ്വർഗത്തിൽ ചെന്ന് കാണും. എന്നാ പാടിക്കൊണ്ടിരുന്നപ്പോഴേ ചത്തത്. ചത്തിട്ടില്ല. ചെസ് ഇഷ്ടാണോ? ബോംബെ എന്ന് പറഞ്ഞ എന്നോടാ? ഞാൻ ചെസ് എന്നാ പറഞ്ഞതാ. ആണോ? എന്നാ ചെസ് കളിക്കാൻ പറ്റുക. വരിക. നല്ല അവസരമാണ്. ചെസ് കളിക്കുമ്പോൾ പുള്ളിക്ക് വേറൊരു ശ്രദ്ധ കാണത്തില്ല. കിട്ടുന്ന അവസരത്തിന് കീച്ചിക്കോണം. ഓക്കെ, വരിക. ഇതാണ് കുതിര. ഈ കുതിരയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? എന്താ? എൽ ഷേപ്പിലാ പോണത്. അതെന്താന്ന് അറിയാവോ കുട്ടിക്ക്? അതിന് ലേണേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കറക്റ്റ്. ഇത് പടഹാളി. അപ്പൊ ഇപ്പഴത്തിരിക്കണാണോ ചണ്ടിച്ചങ്കിരി? അല്ല, പടവാളി. ചെക്ക്. ചെക്ക്. എന്തൊരു പരിപാടിയാണ്? കിട്ടിയ അവസരത്തിൽ തട്ടത്തില്ലായിരുന്നോ? ആണ്ട്രാ വരുന്നു. മിക്കവാറും ആരെയെന്ന് കത്തി എടുത്തെറിയും കേട്ടോ. കത്ത് കുഴി കിടന്നാലും ചെസ് ബോർഡും കൊണ്ടേ പോകത്തുള്ളൂ. എടാ തോക്കിന്റെ മുമ്പ് നല്ല സ്പോട്ടിൽ കിട്ടിയപ്പോ എന്താ വെടിവെച്ച് കൊല്ലാഞ്ഞതും? പ്രതികാരം ഒരാഴ്ച കഴിഞ്ഞ് ചെയ്ത കുഴപ്പമുണ്ടോ? അത് ഒരാഴ്ച താമസിക്കാൻ കാരണം ഈ മുംബൈ എക്സ്പ്രസ് നേരെ ചെന്നൈ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരണം. എന്തിന്? ട്രെയിനിൽ വെച്ച് ബർത്തിൽ എന്റെ ഉണ്ടടക്കം മറന്നു വീഴാ. എന്റെ ദൈവമേ, ഈടോ നിനക്ക് ആ യാത്രക്കാരോട് ആരോടെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നോടാ ആ ഉണ്ട എടുത്തു തരാനെ കൊണ്ട്? എന്റെ പൊന്നേട്ടാ, എന്റെ 5-6 ഉണ്ട് അങ്ങനെ മേളിലിരിക്കാവുന്ന താഴത്തേക്ക് തരാൻ വേണ്ടി പറയാൻ പറ്റുമോ? ആൾക്കാർ എന്ത് വിചാരിക്കും? നിനക്ക് ട്രെയിൻ ചങ്ങനെ വലിച്ചു നിർത്താനെങ്കിലും പറയത്തില്ലായിരുന്നോടാ? എന്താണ് ഈ സമയമില്ലാത്ത സമയത്ത് തീരാൻ നേരത്തെ ഇട്ട് തരുന്നത്? എടാ, ചെങ്ങല വലിക്കാനുള്ള പൊക്കൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് പോയി ആ ഉണ്ടെടുക്കാൻ പണ്ടായില്ലേ? തിരുവാലയത്തിൽ ഗുരയല്ലേ ജായകെ. നല്ലൊരു കൈഡി വരട്ടെ. മുംബൈ വാല നസീർക്ക. അജേഷേ, പ്രദീപ്, രാജുമോനെ, സുഖമില്ല. കാര്യം ഒന്നുമില്ല ഇതില്. കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയെന്നല്ലാതെ ചിരിക്കാനോ ഒന്നിനൊരു ഇല്ലാത്തൊരു മൂഡായിരുന്നു സാധനം. സത്യത്തിൽ ചുമ്മാ സൈലന്റ് ആയിട്ടിരുന്ന് കാണും. കാര്യം നിങ്ങൾക്ക് തന്നെ ഫീഡ്ബാക്ക് കിട്ടിക്കാണുമല്ലോ. ചിരി കിട്ടിയിട്ടില്ലല്ലോ അവിടെ. ഒന്നാമത് ആ സാധനം സബ്ജക്റ്റ് തന്നെ സുഖമില്ല. ഈ സൈനസ് അബ്ദുള്ളൊക്കെ നമ്മൾ കണ്ട് മനസ്സിൽ കയറ്റിപ്പോയൊരു അതിൻ്റെ വേറൊരു പാറ്റേൺ ആണെന്നേ ഇതുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചിരിക്കാനുണ്ടായിരുന്നു, നമുക്ക് ചിരിക്കായിരുന്നു. സൈലൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. നിങ്ങളുള്ളത് വൃത്തിയായിട്ട് ചെയ്ത് പറഞ്ഞു പോയി കേട്ടോ. അതിലൊന്നും യാതൊരു കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇതാണ്, അതിൻ്റെ അകത്തൊന്നും തമാശയില്ലാതായിപ്പോയി.
അപ്പം അടുത്ത പ്രാവശ്യം ശ്രമിക്കണം. ശ്രമിച്ചേ പറ്റൂ. ഓക്കെ ശരി. താങ്ക് യു. ബിജുക്കുട്ട ചേട്ടാ, ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് നല്ല അവതരണമായിരുന്നു നിങ്ങളുടെ ഈ തമ്പുരാനായാലും അതിൻ്റെ ആ ഭാഷയൊന്നും വിടാതെ തന്നെ അവസാനം ആ വിടേണ്ട സ്ഥലത്ത് മാത്രമേ അയാൾ മുണ്ടൊക്കെ പൊക്കി കുത്തി, ബാക്കിയൊന്നും അങ്ങനെ ഒരു സ്ലാങ് വിട്ട് പോകണ പരിപാടിയൊന്നും ഉണ്ടല്ല. നല്ല ലെജിബിളായിട്ട് തന്നെ നന്നായി നിങ്ങളുടെ ആർട്ടിസ്റ്റ് ലെവൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ അവതരണം വരുന്നു. കാരണം ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല ഈ അവതരണത്തിന്. പക്ഷേ തമാശകളില്ലാതിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ കൊല്ലണതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പക്ഷേ അങ്ങോട്ട് പോയേനെ നിങ്ങളുടെ അവതരണവും കാര്യങ്ങളൊക്കെ കൂടി. പക്ഷേ ഹ്യൂമർ ഇപ്പോൾ നമുക്ക് ആ വിളക്കിൻ്റെ കേസ് പറഞ്ഞില്ലായിരുന്നു, അതേപോലെ സെൻറ്ററിലും അതുപോലെ അവസാനം ആദ്യം ഒന്നും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ കാണുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അഥവാ ആ രീതി ഇനിയിപ്പോൾ ഇല്ലാതിരിക്കണം. അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു രീതി പറ്റില്ല. കാരണം അത് ജനങ്ങളൊക്കെ ഭയങ്കര പ്രതീക്ഷയോടാണ് നിങ്ങളെ കാണുന്നതും ഈ പ്രോഗ്രാം കാണുന്നതും. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല ഗെറ്റപ്പിൽ നല്ല കിടുക്കനായിട്ട് നല്ല അടിപൊളി തമാശകളായിട്ട് വരണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പറഞ്ഞതൊക്കെ തന്നെയാണ് സംഭവം. നമുക്ക് മനസ്സിലായി നിങ്ങൾ മൂന്നുപേരും നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നമുക്ക് വേണ്ടത് ചിരിയാണല്ലോ, അത് കിട്ടിയില്ല. അതിൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അജേഷ് ആണെന്നുണ്ടെങ്കിലും അജേഷിൻ്റെ ഭാഗങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. രാജ്മോഹൻ നന്നായിരുന്നു കേട്ടോ. രാജ്മോഹൻ ഞാൻ നോക്കുമായിരുന്നു എവിടെയെങ്കിലും മറ്റേ സാധനം വരുന്നുണ്ടെന്ന്, പക്ഷേ എങ്ങും വന്നില്ല. രാജ്മോഹൻ പെർഫെക്റ്റായിട്ട് നന്നായിട്ട് രാജ്മോഹൻ്റെ ഡയലോഗ് ഡെലിവറി എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ ഭംഗിയായിട്ട് രാജ്മോഹൻ ഹാൻഡിൽ ചെയ്തു കേട്ടോ. നന്നായിരുന്നു ചെയ്തു. കൊച്ചു പ്രദീപ അടിപൊളിയായിരുന്നു. മീൻസ് ആ എൻട്രി കലക്കി. പ്രദീപിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ കലക്കിയെങ്കിലും അതിനുശേഷം ഈ പറയുന്ന പോലെ തമാശകളില്ലാതെ ഇപ്പം നെക്സ്റ്റ് ടൈം അതെല്ലാം മാറ്റി ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ബിജുക്കുട്ട ചേട്ടനി തുടങ്ങാം. എത്ര രൂപ? ഞാനൊരു 4000 രൂപ കൊടുക്കാം. 4000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 4000 കൊടുക്കും. ടോട്ടൽ 8000 രൂപ. നസീർക്ക? ടോട്ടൽ എമൗണ്ട് 15000 രൂപ. അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് പറഞ്ഞു. ഓക്കെ ചേട്ടാ? ഹൈ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 800 800120. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് പെർഫോം ചെയ്യാൻ വരുന്നത്. അടിപൊളി. സൈന്ധവുണ്ട്, ദേവി ലക്ഷ്മി ഉണ്ട്, കൂടെ അനന്യമോളും ഉണ്ട്. അവരെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എന്റെ പുണ്യാളാ, കൊറേ കാലമായി പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നും വട്ടം പൊളിയാറേ ഉള്ളൂ. അവസാനം ശ്വാസം വിറ്റിട്ടാണ് ഈ ബാൻഡ് ട്രൂപ്പ് തുടങ്ങിയത്. എന്ന് പരിപാടിക്ക് പോയാലും അതൊന്നും ഭരിക്കോ? അതുമില്ല. ഇന്ന് ആ പുതുപ്പള്ളിയിലാണ് പരിപാടി. ഇതുവരെ ആരും റിഹേഴ്സലിന് നേരെ ചൊവ്വ വന്നിട്ടില്ല. ഭഗവാനെ, ഇന്ന് ആ പരിപാടി എങ്ങാലും അവിടെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കമ്മിറ്റിക്കാര് അവിടുത്തെ പ്രതിഷ്ഠ എടുത്ത് മാറ്റി എന്നെ അവിടെ ആണി അറച്ച് വയ്ക്കുവേ ഈശ്വരാ. ഇവിടെ സെക്രട്ടറി എന്ന് പറഞ്ഞോണ്ട് ഒരുത്തയുണ്ട്. എന്തിനിരിക്കണോ എന്തോ തലേ ചോദിച്ചത്. ജോൺസാ, അച്ചായ, ഓ നീ എവിടെ? ഞാൻ ഒളിവിൽ നടക്കുന്നു. ഒളിവിലാ? അല്ല ഇവിടെ ഒരാളെ തപ്പി നടക്കുക. ആരേടാ നീ തപ്പണേ? അതായത് അച്ചായ, അച്ചായന് ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു സങ്കട വാർത്തയുണ്ട്. എന്താണ് സങ്കട വാർത്ത? അതായത് നമ്മുടെ ക്ലാർനെറ്റ് വായിക്കുന്ന ബാബു ഇല്ലേ, അവനൊന്നും വരത്തില്ല. അവൻ വേറെ ട്രൂപ്പിൽ പരിപാടിക്ക് പോയി. അയ്യോ, രാജിത് ഇത് സഹിക്കും. ഞാൻ സന്തോഷ വാർത്ത ഒന്ന് പറ, അല്ലെങ്കിൽ ഞാൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചാവും. ഞാൻ ഇന്ന് ക്ലാർനെറ്റ് ഒന്ന് തെറ്റിക്കാതെ പറഞ്ഞല്ലോ. നീ ഇപ്പൊ എന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ കട്ടുറുമ്പിനെ ഞെരിച്ച് കൊല്ലുന്ന കണക്ക് എന്റെ തള്ളവരൽ വെച്ച് ഞാൻ നിന്നെ ഞെരിച്ച് കൊന്നേനെ. എടാ, നീയാണ് ആ ബാബുവിനെ എങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതിനുള്ള പരിഹാരം നീ തന്നെ കണ്ടെത്തണം, കേട്ടില്ലേ? അച്ചായ, ഞാൻ ഇവിടെ ആൾക്കാരെ തപ്പി കിടക്കുന്നുണ്ട്. ഈ ക്ലാർനെറ്റ് വായിക്കുന്ന ആളൊന്നും പെട്ടെന്നൊന്നും കിട്ടിയിട്ടില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എടാ, പുതുപ്പള്ളി കമ്മിറ്റിക്കാരെ അഡ്വാൻസ് മാത്രമല്ല മൊത്തം പൈസയും തന്നിട്ടാണ് നമ്മളെ ബുക്ക് ചെയ്തത്. അത് ഓർത്തോ? അതറിയാം. എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുവാ. പെട്ടെന്ന് വാ.
ആ ഡ്രൈവർ ഇതുവരെ ഒന്നും വന്നില്ലല്ലേ. ഇനി ആ സാധനമൊക്കെ അടുക്കി പറക്കി വയ്ക്കാൻ വേണം. ഞാൻ അങ്ങോട്ട് പോട്ട്. അകത്തൊന്നും ആരും ഇല്ലല്ലോ. എല്ലാം പറഞ്ഞ ഓർമ്മണ്ടല്ലോ. അപ്പൊ നീ ഇന്നു മുതൽ പാമ്പാട്ടിയല്ല. അല്ല, നീ ഇന്നു മുതൽ ക്ലാർനെറ്റ് വായിക്കുന്ന തമിഴ്നാട്ടിലും കേരളത്തിലെ പ്രശസ്തനായ ക്ലാർനെറ്റ് വായിക്കുന്ന ആൾ. മനസ്സിലായില്ല? മനസ്സിലായി. എന്നെ പഠിപ്പിച്ചെന്ന ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. എന്റെ പേരെന്തുവാ? മുനിയാണ്ടി. അയ്യോ, മുനിയാണ്ടിന്ന്. എടാ, ഏതെങ്കിലും ക്ലാർനെറ്റ് വായിക്കുന്നതിന് മുനിയാണ്ടിന്ന് പേരിടുവോ? നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ പേര് പ്രശസ്ത ക്ലാർനെറ്റ് വായിക്കുന്ന മനു ദേവസ്യ. മനസ്സിലായല്ലോ? മനസ്സിലായി. അല്ല, ഞാൻ പഠിപ്പിച്ചു തന്ന പാട്ടൊക്കെ ഓർമ്മയുണ്ട്. എനിക്ക് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. മറ്റേ യഹൂദിയ പാട്ടൊന്ന് പാടാം. അത് മതി. അതിന്റെ അത് വായിക്കുമ്പോ അതേപോലെ ഇരിക്കും. പിന്നെ മറ്റേ പാട്ട് പാടും. ഇസ്രേലിൽ നാഥനായി വാൾ ഏക കടവുൾ. കുഴപ്പമില്ല, നീ അത് വായിക്കുമ്പോ അങ്ങനൊക്കെ വന്നോളും. തോണ്ടില്ല വരുന്ന കഴുത്തിന്റെ താഴെ മീശ വെച്ചതാണ് നമ്മുടെ അച്ചായി. മനസ്സിലായില്ലോ? എടാ, നീ വന്ന ഇത്രയും നേരം ആ കമ്മിറ്റിക്കാരെ എന്നെ വിളിച്ചോണ്ടിരിക്കായിരുന്നു. നിങ്ങൾ എപ്പോ വരും, നിങ്ങൾ എപ്പോ വരും എന്ന് ചോദിച്ചോണ്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ വന്നിട്ട് പറയാന്ന് വിചാരിച്ച്. ആളെ കിട്ടിയാടാ? ആളെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വറ്റാൻ പറഞ്ഞ മോശമായി പോയി. എന്ത് മോശം? ഞാൻ തട്ടിപ്പാണ്, ഞാൻ പൈസ ഒക്കെ കൊണ്ടുപോയി മുങ്ങിയെന്ന്. എടാ, എന്റെ ജീവിതം വെച്ചുള്ള ഒരു കളിയല്ലേ. ഞാൻ അറിയാതെ പറഞ്ഞു. ഒന്ന് ക്ഷമി. കുഴപ്പമില്ല. എടാ ജോൺസൺ മോനെ, നീ വിഷമിക്കണ്ട. അകത്തൊരു ഫുൾ ഇരിപ്പുണ്ട്. നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞൊന്ന് വൈകിട്ട് അടിച്ചങ്ങ് പാമ്പാവാം. പാമ്പാ ചോദിക്കണ പാമ്പെന്ന്. ഞാൻ ഉമിനീരൊന്ന് ഇറക്കിക്കോട്ടെ. ആ ഗ്യാപ്പിലൊരു കള്ളം കിട്ടും. അങ്ങ് പറയാം. അതായത് പുള്ളിക്കാരൻ നമ്മുടെ കൂടെ അടിച്ച പാമ്പായി കൂടിക്കൂട്ടിന്ന്. അതിന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നല്ല കാര്യമില്ലേ. ഇവിടെ വലുതേ ചെറുത് അങ്ങനെ ഒരു ഡിഫറൻസും ഇല്ല. ഏതാടാ നിന്റെ പുറകെ നിൽക്കുന്ന തലയെ കൊട പിടിച്ചവൻ? അതാണ് നമ്മളെ ക്ലാർനെറ്റ് വായിക്കുന്നവൻ. അയ്യോ, ഇവനാളാ. ഇതാണ് പാമ്പുപിടുത്തക്കാരൻ മനു. പാമ്പുപിടുത്തക്കാരനാ? അല്ല, പാമ്പാടി മനു. പാമ്പാടി നല്ല. നീ ആദ്യം പാമ്പുപിടുത്തക്കാരനാണ് എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ പാമ്പാടി മനു എന്നാ പറഞ്ഞേ. അല്ല, ചേട്ടൻ പറഞ്ഞത് ആദ്യം ഇവൻ പറഞ്ഞത്. കൊണ്ട് തൊലക്കുന്നേ. എന്തോ കാണിക്കൂടാ. ഇവിടെ നീ എന്ത് സൈഡല്ലാണ് നിൽക്കണ്ടേ? അയ്യോ സോറി. അവൻ പറയുന്നത് കേൾക്കുന്നു. മനസ്സിലായല്ലോ? മനസ്സിലായി. അതെ, പാമ്പാടി മനു എന്നാണ് ഞാൻ പറഞ്ഞത്. പാമ്പാടിയെങ്കിൽ പാമ്പാടി. അതൊക്കെ ഇവിടെ കിടക്കട്ടെ. ഇറക്കാൻ നീ ഏത് ട്രൂപ്പിലാടാ? ജംഗ്ഷനില്. ജംഗ്ഷനിൽ ട്രൂപ്പ് ഉണ്ടോ? ഞാൻ ഉമിനീരൊന്ന് ഇറക്കട്ടെ. അന്നാരം ഒരു കള്ളം കിട്ടും. അത് ഞാൻ അങ്ങോട്ട് പറയാം. ജംഗ്ഷൻ ബാൻഡ് മേളം പട്ടാമ്പി. അങ്ങനെ ഒരു ട്രൂപ്പ് ഇല്ല. അങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ട്, പക്ഷെ ഇവർക്ക് പോസ്റ്റർ ഇല്ല. ചുമ്മാതല്ല, എനിക്ക് അറിഞ്ഞൂടാത്ത എനിക്ക് സകല ട്രൂപ്പുകളും ഒക്കെ അറിയാം കേട്ടോ. ഒരു മണ്ടൻ തന്നെ. എന്തായാലും ഇവൻ വന്നതല്ലേ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു പാട്ട് പാടാൻ പറയടേ. മറ്റേ യഹൂദിയ പാട്ടില്ലേ, ആ പാട്ടും കൊണ്ട് കേച്ചേ വരാൻ പറ. ആ ക്ലാർനെറ്റ് എടുത്താൻ കൊടുക്കാതെയും. ഇത് കൊറേ കാലമായി എടുത്തിട്ട് ഇതിന്റെ അകത്തുള്ള പാമ്പിനെയോ പല്ലിയോ കണ്ടാ പേടിക്കല്ലേ. എന്റെ പാമ്പ് കൈയിട്ട് നോക്കാറാ. അതെ, നീ മറ്റേ യഹൂദിയ പാട്ടൊന്ന് പാടി. ഇതിന്റെ അകത്ത് പാടാം. അച്ഛൻ അറിയാത്തോണ്ട് ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടല്ല ഈ ക്ലാർനെറ്റ് വായിക്കാൻ ആള്. അത്ര ഉള്ളു. തുടങ്ങണ്ട. എടാ, കണ്ട പാമ്പിനെയൊക്കെ വലിച്ചു കയറ്റണേന് മുമ്പേ നിർത്താൻ പറയണേ. കൊണ്ട് എന്തുവാടാ ഇത്? ഉമിനീരൊന്ന് ഇറക്കിക്കോട്ടെ. അന്നാലും ഒരു കള്ളം കിട്ടും. അതങ്ങോട്ട് ഞാൻ പറയാം. അതായത് ഇവന്റെ ആശാൻ ഒരു പാമ്പാടിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരനെ അവനൊന്ന് ഗുരുപൂജ ചെയ്തതാ. ശരി, അങ്ങനെ ഞാൻ വെറുതെ വിചാരിച്ചു നീ വല്ല പാമ്പാട്ടിയും വിളിച്ചോണ്ട് വന്നു. അടിച്ച് കീർത്തരും ഞാൻ. ആ യഹൂദിയ പാടുന്ന കൃത്യമായിട്ടൊന്ന് പാടുന്ന പാടാ. 3, 2, 1 സ്റ്റാർട്ട്.
ബലിക്കാക്ക ഇങ്ങോട്ട് വാ. എന്തരാടാ ഇത്? അതവൻ തുടക്കത്തിലും അവസാനത്തിലും അവന്റെ ഗുരുവിനെ ഒന്ന് പൂജിക്കുന്നതാ. ഇവിടെ ഗുരുപൂജ മാത്രമേ ഉള്ള, വേറെ വല്ല പാട്ടും പാടാ പറയണേ. മറ്റേ പാട്ടില്ലടാ, ഈ പാട്ടില്ലേ പാട്ട് പാടാ, ആ പാട്ട് പാട്. ഒന്ന് പാടരുത്, ഒന്ന് പാടാം. 3, 2, 1 സ്റ്റാർട്ട്. ഇതെന്തുവാണ് ഇത്? കൊടി വെട്ടി തട്ടി വെച്ചേക്കുന്ന. അയ്യോ കഷ്ടം തന്നെ. നിന്റെ അടുത്ത് ആരാണ് ഇവിടെ വരാൻ പറഞ്ഞത്? മാറണം അങ്ങോട്ട്. അച്ചായ, ഞാനൊരു സത്യം പറയാം. അച്ഛൻ എന്നെ വഴക്ക് പറയല്. എന്തോന്ന്? അതായത് മറ്റേ ബാബുവിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അച്ഛൻ എന്നെ തല്ലുവെന്നോർത്ത് ഞാനൊരു ബാബാട്ടിയെ വിളിച്ചോണ്ട് വന്നയാ. ഏട്ടോ, അവനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാനേ നിന്നെ തല്ലത്തുള്ളായിരുന്നു. ഇതിപ്പോ ആ കമ്മറ്റിക്കാര് മൊത്തം എന്നെ തല്ലത്തില്ലേടാ. നല്ലൊരു കൈഡ് വരട്ടെ. ഇതാണ് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർസ്. ബിജുക്കുട്ടൻ ചേട്ടാ, മക്കളെ നിങ്ങളുടെ കോസ്റ്റ്യൂം അടിപൊളിയാണ്ടാ. ഇതെന്താണ് ഒരാൾക്ക് മാത്രം ഇങ്ങനെ പോ? അടി മുഴുവൻ കൊള്ളാനുള്ള ആള്. പുള്ളിനെ പഠിപ്പിച്ചിട്ട് ഉണ്ടായിരുന്ന സംഭവം സൈന്ധവ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ? പക്ഷെ പുള്ളി എങ്ങനെ ഊരിക്കഴിഞ്ഞാലും പാമ്പാട്ട് സ്റ്റൈൽ വന്നിരിക്കുമല്ലേ? അത് നല്ല രസമായിരുന്നു കേട്ടോ. അത് കാരണം ഈ എങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ആ പഠിച്ചു വെച്ചത് നമുക്ക് എങ്ങനെ വന്നാലും കയറി വരും. അതൊക്കെ നന്നായിരുന്നു. പക്ഷെ തമാശ ഇത്തിരി കുറഞ്ഞു പോയോ? ഇത്തിരി നല്ല കുറഞ്ഞു പോയെന്നൊരു സംശയമുണ്ട്. അവതരണം കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. അപ്പോൾ ആ പാട്ട് പാടിയിട്ട് തമിഴ് പാട്ടിലേക്ക് അല്ല പാമ്പാട്ടിലേക്ക് പോകുമ്പോൾ സൈന്ധവ് ഇവിടെ വന്ന് ബ്രേക്ക് ഡാൻസ് കാണിച്ച് നിന്നില്ലേ രക്ഷപ്പെടാൻ വേണ്ടി? ആ സംഭവങ്ങളൊക്കെ അതൊക്കെ നല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു ആക്ഷൻ കോമഡിയും കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ പഴയ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത്രയും പോരാ. കാരണം നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ആളുകളല്ലേ. കാരണം ഒന്നും മറക്കാതെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കോമഡിയും അതേ സ്ഥാനത്ത് പഞ്ച് ചെയ്ത് നിർത്തി പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറേ കൗണ്ടറുകൾ കയറ്റിക്കൊണ്ട് നല്ല ക്ലൈമാക്സിലുള്ള സാധനം കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ദേവിലക്ഷ്മി, അനന്യ, സൈന്ധവേ, നന്നായിരുന്നു മക്കളെ, നന്നായിരുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ പറയുന്നതുപോലെ നിങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഗെറ്റപ്പിലാണ് 3 പേരും വന്നിട്ടുള്ളത്. അതുപോലെ അനന്യ ഇത് എന്തുവാണ് തലയിൽ വെച്ചിരിക്കുന്നത്? നല്ല ഹെയർ സ്റ്റൈൽ അല്ലേ? നല്ല ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ട് മോളെ, നന്നായിട്ട് ചെയ്ത്. അല്ല, ക്യൂട്ടായിട്ടുണ്ട് മോളെ, ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, രസമായിട്ടുണ്ട്. സൈന്ധവിന്റെ മീസയും നിന്റെ കോസ്റ്റ്യൂമും ഒക്കെ അടിപൊളിയായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില തമാശകളും. എനിക്ക് തോന്നുന്നു ഈ പാമ്പാട്ടിയാണെന്നുള്ള കാര്യം ആദ്യം തന്നെ പറയണ്ടായിരുന്നു തോന്നുന്നു. ഇവള് വായിച്ചു തുടങ്ങുമ്പം അതറിഞ്ഞാൽ മതിയായിരുന്നു തോന്നുന്നു. സൈന്ധവ് അയാളെ കൊണ്ടുവന്നിട്ടേ എന്തൊക്കെ ചോദിച്ചാലും നിന്റെ ഒറിജിനൽ ജോലി ഒരിക്കലും ഇവിടെ പറയാൻ പാടില്ല, അതൊന്ന് വായിച്ചോണമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വായന തുടങ്ങുമ്പം ആ പാമ്പാട്ടിലോട്ട് പോകുമ്പോൾ നമ്മളും എല്ലാവരും അറിയുന്നതായിരുന്നു തോന്നുന്നു. കുറച്ചുകൂടെ നല്ലത് എൻ്റെ ഒരു ഐഡിയ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. പക്ഷേ ഇത് മോശമാണെന്നല്ല, എന്നാലും കുറച്ചുകൂടെ പൊട്ടിച്ചിരികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേണം നെക്സ്റ്റ് ടൈം വരാം കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. തരക്കേടില്ലായിരുന്നു. 3 പേരും ഉള്ളത് വൃത്തിയായിട്ട് അങ്ങ് ചെയ്തു. നിങ്ങൾക്കൊണ്ട് ചെയ്യാവുന്ന പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു. കാര്യം ഇതൊരു പുതിയ സാധനം നമ്മുടെ ഈ വേദിയിലും തോന്നുന്നു അല്ലേ? ഇതല്ലാതെ നമ്മുടെ സ്പെഷ്യൽ ഷോയ്ക്കകത്ത് ഏതാണ്ട് ഒന്ന് വന്നിട്ടുണ്ട്, ബാൻഡ് സെറ്റ് നേരത്തെ ഒന്ന് വന്നു. പക്ഷെ നമ്മുടെ ചെറിയ പിള്ളേരെടുത്തിട്ട് അത് ചെയ്ത് അവരുള്ളത് വൃത്തിയായിട്ട് ഇതിൻ്റെ ഫീലിംഗ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ക്ലൈമാക്സ് ഒക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ തമാശയുടെ ഒരു ചെറിയ കുറവുകളെ വന്നുള്ളൂ. അത് സാരമില്ല, നിങ്ങൾ പിള്ളേരല്ലേ. പിള്ളേർ ഇത്രത്തോളം ചെയ്തല്ലോ, ഒന്നും തെറ്റിക്കാതെയും ഒന്നും മറക്കാതെയൊക്കെ നല്ല ആക്റ്റീവായിട്ട് 3 പേരും ചെയ്തു. സൈന്ധവ് ഈ നോട്ടം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങളെ നോക്കുന്നത് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അത് മാറ്റണേ. അതെന്താ അങ്ങനെ വന്നു പോകുന്നതാണോ? അത് വരരുത് കേട്ടോ. നിങ്ങൾ 3 പേര് നിൽക്കുമ്പോൾ നിങ്ങൾ 3 പേരേ ഉള്ളൂ. പക്ഷെ ആ നോട്ടം വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ അഥവാ ചിരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഡള്ളാവും. അതുകൊണ്ടാവാൻ നോക്കരുതെന്ന് പറയുന്നത്. നിങ്ങളവിടെ നിങ്ങളുടെ ഭാഗം വൃത്തിയാക്കി ചെയ്യുക. 3 പേര് നന്നായിരുന്നു കേട്ടോ. നല്ല കോസ്റ്റ്യൂം, നല്ല രസമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ശരിയുടെ ഒരു ചെറിയ കുറവേ ഉള്ളൂ, സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്തെടുക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എത്ര കൊടുക്കാം? ഞാൻ ഇവർക്കൊരു 8000 രൂപ കൊടുക്കുന്നു. 8000 രൂപ. നസീർക്ക? ഞാനൊരു 7000 രൂപ കൊടുക്കുകയാണ്. അപ്പൊ 15000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ, ഞാൻ കമ്മിറ്റിയിലേക്ക് പോകാൻ പറ്റൂല.
ഞാൻ കൊടുക്കാം ബാക്കി പൈസ. അത്യാവശ്യം amount ദാ, പിടിച്ചോ. 30,000 രൂപ. കൊള്ളാം. അപ്പൊ അടുത്ത പ്രാവശ്യം കുറെ തമാശ ഉള്ള ഒരു സാധനം എഴുതി തരാൻ അനന്തൻ ചേട്ടനോട് പറയണം. ഞങ്ങൾ പ്രത്യേകം അന്വേഷിച്ചു പറയണം അനന്തൻ ചേട്ടൻ കേട്ടോ. പറയാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു അടിപൊളി ടീം വന്നിപ്പോണ്ട്. ഒരുപാട് അടിപൊളി സ്കിറ്റുകൾ തന്ന ടീമാണ്. ശ്രീജു ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്, കൊച്ചു പ്രതിഭട്ടുണ്ട്. ഹലോ, ഇവിടെ എത്തിയ അമ്മാവാ. പേടിക്കാനൊന്നുമില്ല, ഞാനായിട്ടൊരു പ്രശ്നത്തിന് അങ്ങോട്ട് പോകൂല. വെള്ളോ ഇവിടെ നിന്ന് ദാഹിച്ച പച്ച വെള്ളം ഞാൻ വാങ്ങിച്ചു കുടിക്കൂലല്ലേ. ഇവിടെ തീരും, ഇന്നത്തോടു കൂടി ഈ ബന്ധം തീരും. തീർത്തിട്ടേ ഞാൻ വരൂ. അമ്മാവൻ വൈ. ആഹാ, ഇവിടെ ആരും ഇല്ലേ? ആരാ ഉമ്മറത്ത്? ഓ, ആഠ്യത്വം. ആരാ? മുഖത്ത് നോക്കണം, എങ്കിലേ മനസ്സിലാവുള്ളൂ ആരാന്ന്. ഞാൻ ആരുടെ മുഖത്ത് നോക്കാറില്ല. ആളുകൾ എന്റെ മുന്നിൽ തല കുനിക്കണം. അതെന്തിന്? എന്നല്ല എന്റെ മുഖത്ത് നോക്കി വർത്താനം പറയാൻ പറ്റുള്ളൂ. വർത്താനം പറയടാ. എന്തായാലും വന്നതല്ലേ, രണ്ട് വർത്താനം പറഞ്ഞിട്ട്. നീ പറഞ്ഞിട്ട് പോ. ഇത് തരാൻ വേണ്ടി വന്നതാ. അത് നീ തരണ്ട, എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്ത്? കുഴിനകം. കുഴിനകമല്ല, പിന്നെ ഇത് മാല. പിടി അങ്ങോട്ട്. നീ എന്നെ നാണം കെടുത്താനുള്ള പരിപാടിയാണോ? എന്താ? എടാ, ഈ നെക്ലേസ് ഇട്ടിട്ട് ഞാൻ പോയി ചായ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തന്നതല്ല, പിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞതിനെ കെട്ടിക്കൊണ്ട് പോയില്ലേ നിങ്ങളെ മോള്. അവളേന്ന് ഞാൻ എന്റെ ഒരു കഷ്ടകാലത്തിനെടുത്ത് പണയം വെച്ച സാധനം. അതിന്റെ പേരും പറഞ്ഞ് അവൾ എനിക്ക് ചെവി തല തന്നിട്ടില്ല. അത് ഞാൻ പണയത്തിൽ നിന്ന് എടുത്ത് കൊണ്ട് തന്നിട്ട് പോകുന്ന. ഇനി ഈ വീടുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. ഒരുപാട് പ്രതീക്ഷയോടെ കൂടെ എന്റെ കൊച്ചിനെ ഞാൻ ഇവന് കെട്ടിച്ചു കൊടുത്തത്. എടാ, നീ പറഞ്ഞേക്കാളും കൂടുതൽ തന്നല്ലടാ എന്റെ കൊച്ചിനെ ഞാൻ അങ്ങോട്ട് അയച്ചത്. വളരെ ശരിയാ. നിങ്ങൾ എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്. എന്റെ കൊച്ചു മിണ്ടാപ്പൂച്ചയാണ്, വാ തുറന്ന് നാക്കെടുക്കൂലെന്ന്. ഞാൻ വന്നപ്പോ കണ്ട് ഈ നീളത്തിനുള്ള നാക്ക് തന്നതിലും കൂടുതൽ അവർക്ക് ഉണ്ടായിരുന്നത്. നിന്നെ പറ്റി ഞാൻ ആരോടും ഒന്നും അന്വേഷിച്ചില്ല. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. USA കമ്പനി എന്ന് കേട്ടപ്പോ ചാടിക്കേറി കെട്ടിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞ എന്നാ ഈ USA കമ്പനി എന്നറിയാമോ? ഉത്തമൻ, സന്തോഷ്, ഹരിക്കുട്ടൻ, അവര് 3 പേരോട് കമ്പനി വെള്ളടിച്ച് ഈ കറക്കം തന്നെ കറക്കം. എന്തായാലും കഴിഞ്ഞ് ഇനി തലേലും നിങ്ങൾ 2 പേരും ജോയിന്റ് ആയിട്ട് പോകണമെന്നുള്ളതാണ് ഈ അച്ഛന്റെ ആഗ്രഹം. എനിക്ക് പറ്റൂല. ഈ ബന്ധം ഞാൻ ഇവിടെ വെച്ച് നിർത്തി. അത് പറയാനും കൂടിയാ വന്നത്. ഇനി ഈ വീടുമായിട്ട് എനിക്കോ എന്റെ വീടുമായിട്ട് ഈ വീട്ടുകാർക്കോ ഒരു ബന്ധവും ഇല്ല. ഇത് ഇവിടെ കൊണ്ട് തീർന്നു. എന്തായാലും നീ വന്നില്ലേ, അവിടെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും പോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോണ വഴിക്ക് ഞാൻ ഇവിടെ ഛർദ്ദിച്ച് വെച്ചിട്ടേ പോകുള്ളൂ. വന്നപ്പോ ഞാൻ ഇവിടുന്ന് ഒരു കാപ്പി കുടിച്ചായിരുന്നു, പെണ്ണ് കാണാൻ വന്നപ്പോ. അത് അച്ഛാ, കോഫി. ആറ് മാസം അവളെ വീട്ടിൽ കൊണ്ട് നിർത്തിയപ്പോ പെണ്ണങ്ങ് വേറെ റൂട്ടായി. ഓ, നീ ഇപ്പൊ തന്നെ ചാടിക്കേറി പോവാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അണ്ണൊക്കെ അങ്ങനെ പോയി. ജിമ്മിൽ പോയി കുറച്ച് മുഖക്കുരുവൊക്കെ ഫേഷ്യൽ ചെയ്ത് മാറ്റി. ആദ്യമേ ഇതൊക്കെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു. എടാ, നിന്ന് കുണുങ്ങാണ്ട് പോടാ. നിനക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതല്ലേ. പോവല്ലേ? എടാ, പോടാ. നീ എന്ന് പറഞ്ഞ വന്നല്ലേ ഉള്ളൂ. ഞാൻ അവളൊന്നും കണ്ടു. 6 മാസം വീട്ടിൽ കയറി വരുന്നവരെ ഇറക്കി വിടരുത്, മോശം. എടാ, നിനക്ക് എന്തൊരു പവറായിരുന്നടാ. അവളെ വേണ്ട, അവളെ കാണണ്ട. ഇപ്പൊ അതേ ചുമ്മാ വട്ടപ്പാലം കളിച്ച് നടക്കണുണ്ടോ അവൻ. നീ ഒന്നടാ, ഇറങ്ങിക്കോ. എന്നെ ഇവിടുന്ന് പറഞ്ഞു ധൃതിയും തോന്നുന്നു. ഇവിടെ നല്ലൊരു മംഗളകർമ്മം നടക്കാൻ പോവാ. എന്തോന്ന് മംഗളകർമ്മം? ഞാനിവിടെ വേറെ കെട്ടിച്ചുവിടാൻ പോവാ, അന്തസ്സുള്ള പിള്ളേർക്കായിട്ട്. അതങ്ങനെ ശരിയാവും? എന്ത്? ഞാൻ അവളെ കഴിച്ച് താലിയിട്ട് പുരുഷനാണ്. ഞാൻ എന്റെ ബന്ധം നിൽക്കുമ്പോ വേറെ കെട്ടിച്ചുവിടാൻ പറ്റൂ? അച്ഛാ, ഇത് ആരോടായി പറയുന്നത്? അച്ഛൻ വരുന്നുണ്ടോ? നമുക്ക് കഴിക്കാൻ നീ എവിടെ പോകും? എനിക്കിത് കാണും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ ഭാര്യയൊക്കെ ഞാൻ പണ്ട് കേട്ടോ. അച്ഛനൊരു കാര്യം അറിയോ? ആദ്യ രാത്രിക്ക് എന്തുവാണ് നടന്നേന്നറിയാവോ? അച്ഛാ, പിന്നെ ഇയാളും ഇയാളുടെ കൂട്ടുകാരും കൂടെ മുറ്റത്ത് പടക്കം പൊട്ടിച്ച് എന്നെ പേപ്പിച്ച്. ഞാൻ എന്താണ് ഇവളെ ഇവിടെ കൊണ്ടാക്കിയെന്ന് മനസ്സിലായ? എന്താ? വാ തുറന്നാ ഇങ്ങനെയുള്ള സാധനമേ വരുള്ളൂ. അവളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നിങ്ങളല്ലേ പഠിപ്പിച്ചു വിട്ടത്. ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. എടാ, എന്റെ ഒരു മോളാണ് സത്യം. ഞാൻ എന്റെ കൊച്ചിനെ ഇങ്ങനെ പാപ്പിച്ചിട്ടില്ല.
അക്ഷരത്തെറ്റ് വരും, ആ. സർവ്വസാധാരണമാണ്. അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കരുത്. ഇല്ല. എല്ലാം ആവശ്യത്തിനെ ആഹാവൂ. മനസ്സിലായ? കറക്റ്റ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എന്ത്? എന്റെ അമ്മ കല്യാണം കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ഒരു വിളക്കെടുത്തങ്ങ് കയ്യിലോട്ട് കൊടുത്തു. അത് ഊതിക്കെടുത്തിയ മോളാ ഇവിടെ. സത്യമായിട്ടും അല്ല അച്ഛാ. ആ വിളക്ക് കയ്യിലോട്ട് ഇങ്ങോട്ട് തന്നപ്പോ നമുക്കൊരു ആശ്വാസം ഉണ്ടല്ലോ. ഇങ്ങനൊന്നും ആക്കിയപ്പോ ആ വിളക്ക് അങ്ങ് കെട്ടുപോയി. അത് മാത്രോ, നമ്മൾ ഊരി കൊടുത്ത ഒരു പവന്റെ വളയില്ലേ, അമ്മയുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തപ്പോ അവരെന്തോ കാണിച്ചെന്നറിയാമോ? ആ ഭിത്തിയെ കൂടെ ഒരച്ചോണ്ട് ഒരു ഒറ്റ പോക്ക്. എന്ത് കാര്യത്തിന്? അത് സ്വർണ്ണമാണെന്ന് അവർക്ക് അപ്പൊ തന്നെ അറിയണോന്ന്. എനിക്ക് എവിടെ വേറെ കെട്ടിച്ചു വിടാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ സ്വഭാവം മാറ്റി. എന്നെ കെട്ടുന്നത് ആപ്പി ഉപ്പയൊന്നും അല്ല, ഒരു ജിം ട്രെയിനറാ എന്നെ കെട്ടുന്നത്. എടാ സിക്സ് പാക്ക് ആണ്, സിക്സ് പാക്ക്. അല്ലാതെ നിന്റെ പോലെ വയറിൽ കിണറുള്ളവനല്ല. നടക്കൂല. കല്യാണം നടത്തും ഞങ്ങള്. ഈ ബന്ധം ഞാൻ നടത്തൂല. ഇത് ഞാൻ കുളവാക്കും. അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് എന്തായാലും ഇയാളുടെ കൂടി പോയി ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ട. നീ പോകരുത്. ഇല്ല. ഞാൻ നിന്നെ ഭർത്താവല്ലേടി? അതൊക്കെ പണ്ട്. പണ്ടാ? എന്നെ ഉപേക്ഷിക്കുമ്പോ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. അപ്പൊ ഈ ബന്ധം നടക്കൂല. നടക്കൂല. ഇനി നീ എന്റെ കൂടെ വരൂല. വരൂല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. എന്താ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. അയ്യോ, എനിക്ക് പേടിയാവണം. ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ആത്മഹത്യ ചെയ്യോ? ചാടി ആരും ഇന്നേ ഒരു ആത്മഹത്യ. ഞാനിവിടെ തൂങ്ങിത്തത്തം ചെയ്യോടി നീ. പറയച്ചാ. നീ ചരിയോ? ചാവോ? ചാവും. ആത്മഹത്യ ചെയ്യോ? ചെയ്യും. എടാ പൊട്ട, ഇത് നിന്നെ ഒന്ന് പാട്ടിലാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കളിച്ച ഒരു നാടകം. അച്ഛന്റെ നാടകം എങ്ങനെ ഉണ്ടായിരുന്നു? ദൈവദോഷം പറയരുത്. ഇത്രയും ഓവർ ആക്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വല്ല പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൊണ്ടാക്കി അഭിനയം പഠിപ്പിക്കാൻ നോക്ക്. പിന്നെ നിന്റെ അഭിനയം നീ വീട്ടിലോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കൂടെ? എന്റെ കൂടെ നാരായണ വീട്ടിലോട്ട്. അച്ഛാ, നല്ലൊരു കൈയടി. സമയക്കുറവായിരുന്നു, റിഹേഴ്സൽ ചെയ്യാൻ പറ്റിയില്ല എന്നൊന്നും പറയണ്ട. സുഖമില്ലായിരുന്നു. സ്കിറ്റ് ഒരു രസത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എത്തിക്കാനും പറ്റിയില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയുമില്ല. കാര്യം നമുക്ക് നേരത്തെ ഹിൻഡ് കിട്ടി. നീ ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അവൾ വരുമ്പോൾ കണ്ടു കഴിയുമ്പോൾ നിൻ്റെ മനം മാറും എന്നുള്ളത് അവിടെയേ കിട്ടി സാധനം. പിന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്ത് അങ്ങ് പോകുമെന്നും അറിയാം. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ അകത്ത് ചിരിക്കാനുള്ള ഏരിയകളില്ല. കുറേ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയി. നിങ്ങൾ മൂന്നുപേരും ആക്ട് ചെയ്തു കേട്ടോ, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ നമുക്ക് ചിരി കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം അത് മാറ്റിയെടുക്കണം. അടുത്തോടെ ശരിയാകും, ഉറപ്പ്. ഓക്കെ ഓക്കെ, ശരി. ചേട്ടാ എന്താ പറയണത്, തമാശ ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് തന്നെ സ്ഥാനത്ത് കൗണ്ടറുകൾ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അല്ലേ? അത് റിഹേഴ്സലിൻ്റെ കുഴപ്പമായിരിക്കുള്ളൂ. കാരണം സ്ഥാനം മാറി വിറ്റുകൾ പറയുക, കൗണ്ടർ വരിക, ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഭയങ്കരമായിട്ട് നിങ്ങൾ റിഹേഴ്സൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായ ഒരു കാര്യമാണത്. പിന്നെ നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നു നിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കിട്ടിയെന്നിട്ട് നാളെ ഞങ്ങൾ കൂടുതൽ വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടിയാലും 5% കൂട്ടിയാൽ പോരാ, 100 തന്നെ ആലോചിച്ച് പോകണം. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ 100 എന്നുള്ള സെറ്റപ്പിൽ തന്നെ പോയിട്ട് 100 ഇങ്ങോട്ട് തിരിച്ചു വരണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ചാച്ചൻ ചേട്ടാ. സൂര്യശ്രീ, പ്രദീപേ, ശ്രീജു, ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ കഞ്ചാവും കടലക്കറിയൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. ആ ഒരു ഹിമാലയൻ ചിരിയാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ സ്കിറ്റിൻ്റെയൊക്കെ. മനസ്സിലായില്ല? അപ്പം അത്രയും ഗംഭീര സ്കിറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പം അറിയാം നമുക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സമയക്കുറവും കാര്യങ്ങളും ഒക്കെ കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങളത് ബെറ്റർ ആക്കുമെന്നറിയാം. അപ്പം അടുത്ത തവണ വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ ബിജുക്കുട്ടി ചേട്ടാ, എത്ര രൂപ? ഞാനൊരു 5000 രൂപ കൊടുക്കാം. 5000. ഷാജൻ ചേട്ടാ? ഞാനൊരു 5000 രൂപ കൊടുക്കും. ടോട്ടൽ 10000 രൂപ. നസീർക്ക? ബാക്കിയതാ 15000 രൂപ. അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കാം. ഓക്കെ, കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. സമാധാനപരമായിട്ട് കിടന്നുറങ്ങുക. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിൽ കൂടുതൽ ചിരികളുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഒരു സ്പെഷ്യൽ നന്ദിയും കയ്യടിയും നമ്മുടെ വക കോട്ടയം മയമനത്തു നിന്നുള്ള ആശാവർക്ക് ചേച്ചിമാർക്കും കുടുംബശ്രീ ചേച്ചിമാർക്കുമാണ്. ചേച്ചിമാരെ കൊണ്ടുവന്ന 2 ചേട്ടന്മാർക്കും കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.